തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. കൂടുതൽ സാഹചര്യ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. തീപിടുത്തത്തിൽ മരിച്ച രണ്ടാമത്തെയാൾ ഓഫീസ് ജീവനക്കാരി വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് ബിനുവാണെന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. ബിനുകുമാർ ഓഫീസിലെത്തിയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അരുൺ സോളമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്തായാലും ഈ പാപ്പനംകോട്ടെ തീപിടുത്തം അതിൽ ദുരൂഹത മാറുന്നില്ല. എന്തായാലും DNA പരിശോധനാ ഫലമാണ് ഇനി വരാനുള്ളത്. അതെപ്പോഴേക്കും ലഭ്യമാകുമെന്നാണ് കരുതുന്നത്? തുളസി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങൾ എന്തായാലും പോലീസിന് ഈ കേസിലേറെ നിർണായകമായിട്ടുള്ള ഒരു തെളിവായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാപ്പനംകോടുള്ള ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള അവിടുത്തെ ജീവനക്കാരിയായിട്ടുള്ള വൈഷ്ണവിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നു. എന്തായാലും രണ്ടുപേർ എന്തായാലും ഈ തീപിടുത്തത്തിൽ മരണപ്പെട്ടു. എന്തായാലും രണ്ടാമത്തെ ആൾ ആരാണെന്നുള്ളതിന് ഇതുവരെയും തെളിവുകളൊന്നും ലഭിച്ചില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ CCTV ദൃശ്യങ്ങളിൽ ഇതേ ബിനുകുമാറാണ്, വൈഷ്ണവിയുടെ രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള ബിനുകുമാറാണെന്നുള്ള കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഈ DNA പരിശോധന, അതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ടുകൾ ഇനി വരാനുണ്ട്. ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ഇത് ബിനുകുമാറാണെന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വൈഷ്ണയുടെ രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള ഈ ബിനുകുമാറുമായിട്ട് ഏറെ നാളായിട്ടുള്ള ഇവർ പ്രശ്നങ്ങളിലായിരുന്നു. 4 വർഷം മുന്നെയാണ് ഇവർ വിവാഹത്തിലാവുന്നത്. ഇതിനുശേഷം ഒരു 6 മാസം മുന്നേ തന്നെ ഇവർ തമ്മിൽ വലിയ സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ തമ്മിൽ അനുഭവിച്ചത്. അങ്ങനെ ഇയാൾക്ക് എന്നും ദിവസവും വീട്ടിൽ വന്നിട്ട് ഈ പെൺകുട്ടിയെ ശാരീരികമായി വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി നിയമം പോലീസിൽ പരാതി നൽകുന്നത്. ഇതിനെ തുടർന്ന് ഇവർ കുടുംബ കോടതിയിൽ കേസ് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വൈഷ്ണവിന്റെ ബന്ധുക്കൾ പറയുന്നത് അതാണ്, ഇത്തരത്തിലൊരു അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടായിരിക്കുന്നത് കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് വൈഷ്ണവ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. വൈഷ്ണയ്ക്ക് 2 കുട്ടികൾ കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ബിനുകുമാർ ആണെന്നുള്ളതിന് കൂടുതൽ സാധ്യത വന്നിരിക്കുന്നത് എന്തായാലും ഈ CCTV ദൃശ്യങ്ങളാണ്. ഇന്നിപ്പോൾ ഈ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള അന്വേഷണം എന്തായാലും പുരോഗമിക്കും. വരുന്ന ഈ ദിവസങ്ങളിൽ എന്തായാലും ഈ DNA പരിശോധന കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളതെന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ അറിയാം. എന്തായാലും ബിനുകുമാർ ആണ് എന്നുള്ളതിന് കൂടുതൽ തെളിവ് ലഭിച്ചിരിക്കുന്ന എന്തായാലും CCTV ദൃശ്യങ്ങൾ. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം അടക്കം ഈ ആക്രമണം നടന്ന ദിവസങ്ങളിലൊക്കെ ഈ ഓഫീസിലേക്ക്, അതായത് പാപ്പനംകോട് ഓഫീസിൽ വൈഷ്ണവ് വർക്ക് ചെയ്തിരുന്ന ഈ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഇദ്ദേഹം വന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഇതിനെ മുൻനിർത്തിയായിരിക്കും പോലീസിൻ്റെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.